എന്നുള്ള ഒരാത്മവിചിന്തനവും വിചാരണയും ഒക്കെ നമ്മൾക്കുണ്ടാകണം. അല്ലാഹു എന്ന ഓർമ്മ എത്രമേൽ നമ്മിൽ ഒരു ഹൃദയ താളമായി മാറുന്നുണ്ട് എന്നുള്ളത്, റബ്ബിനോട് അങ്ങേയറ്റത്ത് നന്ദിയുള്ള ഒരു മനസ്സും അള്ളാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ ഉണ്ടാകണമേ എന്ന് പാലിക്കുവാനുള്ള ഒരു കണിശതയൊക്കെ എത്ര ഇപ്പോൾ നമ്മൾ കൈവന്നിട്ടുണ്ട് എന്നുള്ള ഒരു വിചിന്തനവും വിചാരണയുമെല്ലാം നമ്മുടെയൊക്കെ ഭാഗത്തുണ്ടാകണം. രണ്ടാമത്തെ വിഷയം, നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങുക എന്നുള്ളതാണ്. അത് വളരെ ഗൗരവമായി നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒന്നാണ്. റമദാൻ വിട പറഞ്ഞു പോകുമ്പോ പടച്ച റബ്ബിന്റെ മുമ്പിൽ വിതുമ്പി പൊട്ടാത്ത ഒരാളായി, പാപങ്ങളിൽ നിന്ന് മുക്തമാകാത്ത ഒരു ജീവിതവുമായിട്ട് ഒരിക്കലും റമദാനെ യാത്രയാക്കുന്നവരായി നമ്മൾ മാറരുത്. എന്നിൽ തെറ്റു സംഭവിച്ചിട്ടില്ല എന്ന മനോഭാവങ്ങൾ, അല്ലാഹുവേ എന്തെങ്കിലൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ പുറത്തരണം എന്ന വർത്തമാനങ്ങളൊക്കെ അവസാനിപ്പിക്കുക. നമ്മൾക്ക് ഒരുപാട് വന്നുപോയി എന്നുള്ളത് കൊണ്ടാണ് അള്ളാഹു നമ്മളെ കൊണ്ട് തന്നെ അത് പറയിപ്പിക്കുന്നത്. പള്ളിയിൽ കയറി പ്രാർത്ഥനയോടുകൂടി പ്രവേശിച്ച് വൈകെട്ടി നമ്മൾ പ്രാരംഭ പ്രാർത്ഥന മുതൽ അള്ളാഹുവിനോട് പറയാം, അള്ളാഹു എന്നെയും എന്റെ പാപങ്ങളെയും അകറ്റണമേ, കിഴക്കും പടിഞ്ഞാറും നീ അകറ്റിയ പോലെ. നമ്മള് സുജൂദുകൾക്കിടയിൽ പുറത്ത് തന്നെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. നമ്മൾ നമ്മുടെ തശഹുദുകളിൽ ഞാൻ എന്നോട് തന്നെ കുറെ അക്രമങ്ങൾ പ്രവർത്തിച്ചു പോയവരാണ് സമ്മതിച്ചു കൊടുക്കുക. ഞാൻ രഹസ്യമാക്കിയത് പരസ്യമാക്കിയത് ഇങ്ങനെ ഞാൻ ചെയ്തത് മുഴുവൻ പുറത്തന്നെ എന്ന് പറയുന്നത് അള്ളാഹു നമ്മളെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇതൊക്കെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയതാകുമല്ലോ. ആ നമസ്കാരം കഴിഞ്ഞ ഉടനെ പോലും നമ്മൾ എന്നാണ് പറയുന്നത്. പക്ഷേ നമസ്കാരത്തിൽ സംഭവിച്ചു പോയ പാളിച്ചകൾ കൂടെ പുറത്തരണേ. നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ കാരണം ഉപദ്രവിക്കപ്പെട്ടിട്ടില്ല എന്ന്, ആക്ഷേപിക്കപ്പെട്ടിട്ടില്ല എന്ന്, അപമാനിക്കപ്പെട്ടിട്ടില്ല എന്ന്, അവർക്ക് തലകുനിക്കേണ്ടി വന്നിട്ടില്ല എന്ന്, അവർക്ക് ഉറക്കം നഷ്ടമായി പോയിട്ടില്ല എന്ന് വളരെ ആത്മാർത്ഥമായി കൊണ്ട് പറയാൻ എത്ര പേർക്ക് പറ്റുന്നുള്ള ചോദ്യമാണ്. വൻപാപങ്ങളുടെ കൂട്ടത്തിൽ എണ്ണിയ തിന്മയാണ്. അത് കേവലം ഇസ്തിഗ്ഫാർ കൊണ്ട് മായ്ക്കപ്പെടണമെന്നില്ല. ഉമ്മാനടുത്ത് പോയി വാപ്പാനടുത്ത് പോയി മാപ്പ് ചോദിച്ച് പടച്ചവനോട് തൗബ ചെയ്യണം. ഉപേക്ഷിച്ചാൽ ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന തിന്മയാകുന്ന നമസ്കാരം എത്ര പെട്ടെന്ന് നമ്മുടെയൊക്കെ ജീവൻ അലസത കൊണ്ടോ കൂട്ടുകെട്ടിന്റെ രസങ്ങൾ കൊണ്ടോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് ഗൗരവത്തിൽ ആലോചിക്കണം. ആളുകളുടെ മുമ്പിൽ വലിയ മാന്യനാകുമ്പോഴും പരസ്യ ജീവിതം ഉഷാറാകുമ്പോഴും രഹസ്യമായി ചെയ്ത ഒരു തിന്മയുടെ പേരിൽ നാളെ വെളുത്ത ദിഹാമ പർവ്വതത്തോളം സമാനമുള്ള നന്മകൾ അല്ലാഹു ധൂളികളാക്കി പറത്തുന്ന വിഭാഗത്തെ കുറിച്ചാണ് പറഞ്ഞത്. അവർ തഹജ്ജുദ് പോലും നമസ്കരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവർ രഹസ്യമാകുമ്പോ ലൈറ്റ് ഓഫ് ആക്കി ഹെഡ്സെറ്റ് കുത്തിയ പിന്നെ ഒരു പടച്ചോനുണ്ടെന്ന് മറന്നു പോകുന്ന വിഭാഗമുണ്ട്. ആ വിഭാഗത്തിൽ നമ്മൾ ഉണ്ടെങ്കിൽ നന്മകൾ ധൂളികളായി പറത്തപ്പെടും. മറ്റൊരുത്തന്റെ അഭിമാനത്തെ അപമാനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഒരാളെ രഹസ്യം പരസ്യമാക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ കാരണം പലർക്കും ഇരട്ടപ്പേരുകൾ വന്നിട്ടുണ്ടെങ്കിൽ നാളെ നമ്മൾ മുഫ്ലിസുകളായി പാപ്പരാസികളായി മാറും. ഇതൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോയ കുറെ പാളിച്ചകൾ. നബി അലൈഹി സ്വലാം ഹവ്വാ ബീവി സ്വർഗത്തിൽ പുറത്താക്കപ്പെടുന്നത് ഒരുപാട് തെറ്റുകളുടെ പേരിലല്ല, ഒരു തെറ്റിന്റെ പേരിലാണ്. ആ തെറ്റിനെ അവർ ന്യായീകരിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ബാക്കി മുഴുവൻ നന്മ ചെയ്തില്ലേ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അള്ളാഹുവിനോട് ആ തെറ്റുകൾ സമ്മതിക്കുന്നു. എന്നിട്ട് പടച്ചവനോട് പറയാമോ, എല്ലാം തഹഫുല്ലനാവത്തർഹംന, പടച്ചവനെ നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ, ഞങ്ങളോട് കാരുണ്യം കാണിച്ചിട്ടില്ലെങ്കിൽ, ഞങ്ങൾ നഷ്ടക്കാരെ കൊടുത്ത് പടച്ചവൻ അറിയും. നമ്മൾ അറിയിക്കണ്ടേ, നമ്മൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ട് നമ്മൾക്കുണ്ടെങ്കിൽ നമ്മളതിന് ചിന്തയെ മാറ്റിയിട്ട് പടച്ചവന് മുമ്പിൽ പറയണം. കാരണം അള്ളാഹു വാസിയോൻ അലീമാണ്, വിശാലമായിട്ട് അറിയുന്നവനാണ് പടച്ചവൻ. അല്ലാഹു യഅലമു അൻതും ലാ തഅലമൂൻ, അല്ലാഹുവിനെ നമ്മൾക്കാണ് അറിയാത്തത്. ഖബീറാണ്, സൂക്ഷ്മജ്ഞാനിയാണ്, നന്നായിട്ട് അല്ലാഹുവിനെ അറിയും. ബസീറാണ്, എല്ലാം കണ്ടറിഞ്ഞവനാണ്. സമീആണ്, എല്ലാം കേട്ടവനാണ്. അല്ലാഹു അലീമും ബിദാത്തി സുദൂർ, നമ്മുടെ ഹൃദയാന്തരങ്ങൾ മന്ത്രിക്കുന്ന അറിയുന്നവനാണ്. നമ്മൾ കുറെ മുമ്പത്തൊക്കെ മറന്നുപോയിട്ടോ. അമാകാൻ റബ്ബുക നസിയ, പടച്ചോ ഒന്നിനെ പറ്റി മറന്നിട്ടില്ല. ആ പടച്ചോ നമ്മോട് പറയാ, ഇബാദി, എന്റെ അടിമകളെ എന്നാണ് പറഞ്ഞത്. എന്റെ അടിമകളെ,
നിങ്ങൾ വേറെ ഒന്നിന്റെ അടിമയാകണ്ട. ഇന്നക്കും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ. അറിയായിരുന്നു, ഞാൻ കാണുന്നുണ്ടെന്ന് അറിയാം, മലക്ക രേഖപ്പെടുത്തുന്നറിയാം, ഭൂമി സാക്ഷ്യം വഹിക്കുന്നറിയാം, അവയവങ്ങൾ സാക്ഷ്യം പറയുന്നറിയാം, എന്നിട്ട് നിങ്ങൾ ചെയ്തു. ഞാൻ നിങ്ങൾക്ക് മുഴുവൻ 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 പുറത്തരാം. നിങ്ങളുടെ ഇസ്തിഗ്ഫാർ ചോദിച്ചാൽ മതി, ഞാൻ പുറത്തരും. ഇവിടുന്ന് സുബൈക്ക് കേട്ട പോലെ നിരാശപ്പെട്ട് എനിക്ക് തൗബ ഉണ്ടാകുക, അത്ര വട്ടം ഞാൻ പറഞ്ഞില്ലേന്ന്, നമ്മൾ അത്ര ചെയ്തില്ലേ എന്ന് പറയുന്ന മനുഷ്യർക്ക് മുമ്പിൽ പോലും പ്രതീക്ഷയുടെ വാതായനങ്ങൾ പടച്ചോ തുറന്നിരല്ല. തക്കനത്തൂമി റഹ്മത്തില്ല. നിരാശപ്പെട്ട് പോട്ട, അള്ളാഹു നിങ്ങൾക്ക് പുറത്തരൂല, അള്ളാഹുവിന്റെ കാര്യം നിങ്ങൾക്ക് തടയപ്പെട്ട് ചിന്തിക്കണ്ട. ഫുൾ ഞാൻ വായിച്ചരാം. അത് മില്യൺ അല്ല, ബില്യൺ ട്രില്യൺ കണക്കിനുണ്ടോ ഞാൻ പുറത്തരുന്ന പഠിച്ചോ പറഞ്ഞേ. ആ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾക്ക് വിതുമ്പി പൊട്ടിക്കറിയാൻ ഈ റമദാൻ കൊണ്ട് സാധ്യമായിട്ടില്ല എങ്കിൽ മൂക്കുകുത്തി നരകത്തിൽ വീഴുമെന്ന് പറഞ്ഞ വിഭാഗത്തിൽ നമ്മൾ പെട്ടുപോകാതിരിക്കാൻ, വളരെ ആത്മാർത്ഥമായി ജിബ്രീൽ പ്രാർത്ഥിച്ച വിഭാഗത്തിൽ പെട്ടുപോകാതിരിക്കാൻ, നോമ്പ് കൊണ്ട് കാലിയായ വയറില്ലാതൊന്നും സമ്പാദിച്ചിട്ടില്ല എന്ന കൂട്ടത്തിൽ പെട്ടുപോകാതിരിക്കാൻ വളരെ ആത്മാർത്ഥമായ ശ്രദ്ധയുണ്ടാകണം. മൂന്നാമത്തേത് അള്ളാഹുലേക്ക് മടങ്ങേണ്ടവരാണ് എന്ന ഒരു ബോധ്യത്തോടു കൂടി അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്തൊന്ന് ചെലവഴിക്കുന്നതാകട്ടെ, ജീവിക്കുന്നതാകട്ടെ, ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നതെല്ലാം അവർ വിറയാർന്ന ഹൃദയങ്ങളോട് കൂടിയാകുന്ന എന്ന് പറഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കുമോ എന്ന ഭയം അവരുടെ ഉള്ളിലുണ്ട്. കർമ്മങ്ങളുടെ വലിപ്പത്തിലേക്കും എണ്ണത്തിലേക്കും വണ്ണത്തിലേക്കും ഒന്നുമല്ല ഒരു യഥാർത്ഥ വിശ്വാസിയുടെ നോട്ടം. ഞാൻ ചെയ്തത് ഇഖ്ലാസ് ഉണ്ടോ, ഈമാനുണ്ടോ, ഇത്തിബാ ഉണ്ടോ, അത് പടച്ചോ സ്വീകരിക്കൂലേ എന്ന പേടിയും ബേജാറും അവരെ ഉള്ളിനെ ഇങ്ങനെ കൊള്ളുകളും കിടിലം കൊള്ളിക്കുന്ന ആ ഭയപ്പാടോടുകൂടി ചെയ്തു കൂട്ടി ഈ ഒരു മാസക്കാലം നാം നിർവഹിച്ച ആരാധനാ കർമ്മങ്ങൾ, നാം കൊടുത്ത സ്വതക്കകൾ, സക്കാത്തുകൾ, നമസ്കാരങ്ങൾ, ഖുർആൻ പാരായണങ്ങൾ, ഇങ്ങനെ നാം ചെയ്ത എന്തെല്ലാം നന്മകളുണ്ടോ അത് മുഴുവൻ സ്വീകരിക്കണമേ എന്ന ആത്മാർത്ഥമായ തേട്ടമുണ്ടാകണം. ഒരാളുടെ അരികിലേക്കും അതിനിട്ട് കൊടുക്കാതെ, ഒരാളെയും അറിയിക്കാതെ, എതിർക്കതൊക്കെ എത്തിക്കാഫൊക്കെ ഇരുന്നങ്ങനെ കിട്ടിക്കാനല്ലേ കിട്ടന്റെ പടച്ചോനാണ്. മൊബൈൽ കോട്ടിക്കൊന്നും വരൂല. ഗൗരവമായിക്കൊണ്ട് ആത്മാർത്ഥമായിക്കൊണ്ട് പടച്ചോനെ സ്വീകരിക്കണം. നമ്മളത് സ്വീകരിക്കാൻ വേണ്ടി എടുക്കുന്ന റിസ്കിലേക്ക് പടച്ചോ നോക്കും. നമ്മുടെ ആത്മാർത്ഥമായ തേട്ടത്തിലേക്ക് പടച്ചോ നോക്കും. അത് വളരെ ഗൗരവമായി കൊണ്ട് ആത്മാർത്ഥമായി സ്വീകരിക്കണമേ എന്ന പ്രാർത്ഥന. ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ തഖ്വ കൈവരിച്ചോ എന്നുള്ള പരീക്ഷണവും നിരീക്ഷണവും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം. അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങിയ മനസ്സുണ്ടാകണം. നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെട്ടു എന്നത് അടയാളമായി പണ്ഡിതന്മാർ പറഞ്ഞത് നമ്മൾ ആ തിന്മയിലേക്ക് മടങ്ങിപ്പോകാത്ത ജീവിതത്തെ നോക്കിക്കൊണ്ടാകണം എന്നുള്ളതാണ്. അതുകൊണ്ട് നാളെ കഴിഞ്ഞാൽ റമദാനെ അവസാനിക്കുന്നുള്ളൂ. പള്ളി ഇവിടെയുണ്ട്, പ്രാർത്ഥനകൾ സ്വീകരിക്കുന്ന പടച്ചറപ്പ് ഇവിടെയുണ്ട്, കർമ്മങ്ങൾ സ്വീകരിക്കുന്ന പടച്ചറപ്പ് ഇവിടെയുണ്ട്. നമ്മുടെ പള്ളിവാതിൽ കൊട്ടിയടക്കപ്പെടുന്നില്ല. കർമ്മങ്ങൾക്ക് ഇനിയുമുണ്ട് പ്രതിഫലം, പ്രാർത്ഥനയ്ക്ക് ഇനിയുമുണ്ട് ഉത്തരം. അതുകൊണ്ട് റമദാനുകാരനാകരുത് നമ്മൾ. ഇവിടെ ഇങ്ങനെ ആളുകൾ സാധാരണ തമാശ പറയുന്ന പോലെ അതിഥികളൊക്കെ പോയി വീട്ടുകാർ ബാക്കിയായി എന്ന് പറയുമ്പോ ആ ബാക്കിയാകുന്ന വീട്ടുകാർ ഞാനുണ്ടാകണമേ എന്ന പ്രാർത്ഥനയും തേട്ടവും. അല്ലാഹുവേ, ഒരു മാസക്കാലത്തെ കപട ഈമാനായിട്ട് എന്റെ ഈമാനെ വഴിമാറ്റരുത് എന്ന തേട്ടം വളരെ ആത്മാർത്ഥമായി നമ്മൾക്കുണ്ടാവുക. അർഹമുറാഹിമീനായ നാഥൻ, ഈ പരിശുദ്ധ റമദാൻ നാം സ്വീകരിച്ച, നാം ചെയ്ത എല്ലാ നന്മകളും റഹ്മാനായ റബ്ബ് നമ്മൾക്ക് ആത്മാർത്ഥമായി സ്വീകരിക്കുന്ന അമലാക്കി നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. റഹ്മാനായ നാഥ, ഈ പരിശുദ്ധ റമദാനിൽ ഞങ്ങളുടെ അധ്വാനങ്ങളെല്ലാം ഏറ്റവും മനോഹരമായ നിലക്ക് സ്വീകരിക്കുന്ന അധ്വാനങ്ങളാക്കി നീ മാറ്റണമേ റഹ്മാനെ. റഹ്മുറാഹിമീനായ നാഥ.